ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ബ്രാൻഡാണ് ഹോളി ലാൻഡ്. ഹോളി ലാൻഡിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഒരു മോഡലാണ് പൈറോ എച്ചും പൈറോ എസും. അപ്പോൾ പൈറോ എച്ച് ആണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിനകത്ത് HDMI ഔട്ടാണുള്ളത്. എസിനകത്ത് SDI ഔട്ട്പുട്ട് കൂടെ നമുക്ക് കിട്ടും. ഇതിന് ഏകദേശം 30,000 രൂപയും എസിന് 40,000 രൂപയാണ് വില. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്. ഇതിൻ്റെ 400 മീറ്ററാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്, ട്രാൻസ്മിറ്റർ റിസീവറും. പക്ഷേ ഇതിൻ്റെ കൂടെ 2 ട്രാൻസ്മിറ്റർ ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്താൽ നമുക്ക് 200 മീറ്ററായിട്ട് കുറയും. അത് തന്നെ ഇനഫാണ്. 200 മീറ്റർ തന്നെ നമുക്ക് ചെറിയ കാര്യങ്ങൾക്കെല്ലാം ഇനഫാണ്. അടുത്തത് ഇതിൻ്റെ ഔട്ട് നേരെ വഴി നമുക്ക് ലാപ്ടോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു ഡിവൈസും ഇല്ലാതെ ലൈവ് സ്ട്രീം ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ബാറ്ററി വരുന്നത് സോണി ക്യാമറകളിൽ ഉപയോഗിച്ചിരുന്നത് 970 ബാറ്ററിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പവർ ബാങ്ക് ഉണ്ടെങ്കിൽ ആ പവർ ബാങ്ക് കൊടുത്തിട്ടും വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ HDMI ഔട്ട് ലൂപ്പ് ചെയ്തിട്ട് മോണിറ്ററിൽ കാണാനും പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഈ 30,000 രൂപയുടെ ഈ ഒരൊറ്റ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ നല്ലൊരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് സ്ട്രീമിംഗ് ചെയ്യാൻ പറ്റും. ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ബ്രാൻഡാണ് ഹോളി ലാൻഡ്. ഹോളി ലാൻഡിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഒരു മോഡലാണ് പൈറോ എച്ചും പൈറോ എസും. അപ്പോൾ പൈറോ എച്ച് ആണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിനകത്ത് HDMI ഔട്ടാണുള്ളത്. എസിനകത്ത് SDI ഔട്ട്പുട്ട് കൂടെ നമുക്ക് കിട്ടും. ഇതിന് ഏകദേശം 30,000 രൂപയും എസിന് 40,000 രൂപയാണ് വില. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്. ഇതിൻ്റെ 400 മീറ്ററാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്, ട്രാൻസ്മിറ്റർ റിസീവറും. പക്ഷേ ഇതിൻ്റെ കൂടെ 2 ട്രാൻസ്മിറ്റർ ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്താൽ നമുക്ക് 200 മീറ്ററായിട്ട് കുറയും. അത് തന്നെ ഇനഫാണ്. 200 മീറ്റർ തന്നെ നമുക്ക് ചെറിയ കാര്യങ്ങൾക്കെല്ലാം ഇനഫാണ്. അടുത്തത് ഇതിൻ്റെ ഔട്ട് നേരെ വഴി നമുക്ക് ലാപ്ടോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു ഡിവൈസും ഇല്ലാതെ ലൈവ് സ്ട്രീം ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ബാറ്ററി വരുന്നത് സോണി ക്യാമറകളിൽ ഉപയോഗിച്ചിരുന്നത് 970 ബാറ്ററിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പവർ ബാങ്ക് ഉണ്ടെങ്കിൽ ആ പവർ ബാങ്ക് കൊടുത്തിട്ടും വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ HDMI ഔട്ട് ലൂപ്പ് ചെയ്തിട്ട് മോണിറ്ററിൽ കാണാനും പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഈ 30,000 രൂപയുടെ ഈ ഒരൊറ്റ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ നല്ലൊരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് സ്ട്രീമിംഗ് ചെയ്യാൻ പറ്റും.